ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സാംസങ്ങിൻ്റെ 7562 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ്. ആ മോഡലിനെ കുറിച്ച് ഒരുപാട് കംപ്ലൈൻ്റ് ഉണ്ട്. അത് ഹീറ്റാകുന്ന കംപ്ലൈൻറ്റുകൾ, പല കംപ്ലൈൻറ്റുകളുണ്ട്. ഞാൻ ഇന്ന് പറയുന്നത് ചാർജിങ്ങിൻ്റെ കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചാർജിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് ഈ 7562-ന് ഇച്ചിരി പാടുള്ള കാര്യമാണ്. 7562, 7582 ഒക്കെ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഈ 7562-ൻ്റെ ചാർജിങ് പ്രോബ്ലം നിങ്ങൾക്ക് എങ്ങനെ വന്നാലും നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും. ആ രീതിക്കാണ് ചെയ്തേക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഫോൺ അഴിക്കാം. ഫോൺ അഴിച്ചേച്ച് ഇതിൻ്റെ പുറകിൽ കുറച്ച് സ്ക്രൂകളാണുള്ളത്. ആ സ്ക്രൂകൾ അഴിക്കുക. പിന്നെ ആ ടച്ചിൻ്റെ സൈഡിൽ കൂടെ നഖമിട്ട് തെക്കി പതുക്കെ അഴിക്കുക. ടച്ച് പൊട്ടാതെ അഴിക്കണം. അഴിച്ചേച്ച് നമുക്ക് അതിൻ്റെ ബോർഡിലെ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂവും കൂടെ നമുക്ക് അഴിക്കാം. സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ഇതിന് സ്ക്രൂ അഴിച്ചേച്ച് പിന്നെ നമുക്ക് 2 ക്യാമറ ഉണ്ട്. പിന്നെ അതിൻ്റെ ക്യാമറ പതുക്കെ ആ സ്ട്രിപ്പിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ റിങ്ങറിൻ്റെ സ്ട്രിപ്പും അതും ഒന്ന് അടത്തി വയ്ക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ലൈക്ക് ചെയ്യുക. കാരണം പുതിയ കംപ്ലൈൻസുകൾ പല മോഡലിനും ഒരുപാട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫൈൻഡ് ചെയ്ത് സൊല്യൂഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സൊല്യൂഷൻ നമുക്ക് വരുന്നതനുസരിച്ച് ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. പല മോഡലും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് ആദ്യം ഇനിയിപ്പോൾ ഫോൺ അഴിച്ച് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ചാർജിങ് കണക്ടർ ഒന്ന് മാറി നോക്കുക. ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതി ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഞാൻ സാധാരണ ചെയ്യുന്നത് ചാർജിങ് കണക്ടർ ഒന്ന് മാറി നോക്കും. ചാർജിങ് കണക്ടർ ഊരും. എന്നിട്ട് എല്ലാ പ്രിൻറ്റും കറക്റ്റാണോ എന്ന് നോക്കും. പ്രിൻറ്റ് കറക്റ്റാണെങ്കിലും ഞാൻ ചാർജിങ് കണക്ടർ വേറെ ഇടും. വേറെ ഇട്ടിട്ടും ചാർജ് കയറുന്നില്ല എന്നൊരിക്കലും ഒരു ചാർജിങ് കണക്ടറും കൂടെ ഞാനിടും. അപ്പോൾ ചാർജിങ് കണക്ടറിൻ്റെ അല്ല എന്ന് ഉറപ്പ് വരുത്താനാണ്. ഇത് ഈ മോഡൽ ഇച്ചിരി ഒരു വള്ളിക്കെട്ടായതുകൊണ്ട് 2 തവണ ഞാൻ ഇട്ട് നോക്കും. എന്നിട്ട് ആവുന്നില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ കുറച്ച് കണക്ഷൻസ് ആണുള്ളത്. ആ കണക്ഷൻ എല്ലാം കറക്റ്റാണോ എന്ന് നോക്കും. ചാർജിങ് കണക്ടറിൻ്റെ ചോട്ടിൽ നിന്ന് ഉള്ള കണക്ഷൻസാണ്. ഫസ്റ്റ് പോയിൻ്റ് പോകുന്നത് പോസിറ്റീവിലേക്കാണ്. പിന്നെ 2 പോയിൻ്റ് പോകുന്നത് ചാർജിങ് കണക്ടറിൻ്റെ തൊട്ടടിയിലുള്ള 2 റെസിസ്റ്ററിലേക്കാണ്. പിന്നെ 2 കണക്ഷൻ ചാർജിങ് AC-യുടെ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റത്തെ ഗ്രൗണ്ടാണ്. ഈ 2 കണക്ഷൻ ബാക്കി ഉള്ളത് അത് ഇടയ്ക്കുള്ള കണക്ഷനാണ്. അത് ഞാനിപ്പോൾ ഫോട്ടോ ഇട്ടയച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാം അത് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ആരെങ്കിലും ഈ കംപ്ലൈൻറ്റ് ശരിയാക്കിയെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ചോട്ടിൽ കമൻ്റായിട്ട് ഇടുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പലരും ഈ കമൻറ്റുകളൊക്കെ വായിച്ചിട്ടാണ് ഈ സൊല്യൂഷൻ നല്ലതാണോ ഓക്കെ ആണോ ഫേക്കാണോ എന്നൊക്കെ വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കംപ്ലൈൻറ്റ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ചോട്ടിൽ കമൻ്റായിട്ട് ഇടുക ഓക്കെ ആണെങ്കിൽ. ഞാൻ ചാർജിങ് കണക്ടറും ജമ്പറും ഒക്കെ ഓക്കെ ആണെന്നൊരിൽ ഈ IC ഒന്ന് മാറി നോക്കും. IC ഒന്ന് വേറെ ഒരെണ്ണം എടുത്തിടുകയാണിപ്പോൾ. ചാർജിങ്ങിൻ്റെ IC ഒന്ന് മാറി നോക്കുക. എനിക്ക് ഇതിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് കംപ്ലൈൻറ്റ്. ചാർജിങ് IC-ന്ന് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ സാധാരണ മാറുന്നത് ചാർജിങ് കണക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടി നേരെ ചാർജിങ് AC-ലോട്ടാണ്. അതൊന്ന് മാറി നോക്കും.
അത് മാറിയിട്ടായില്ലെന്നൊരിക്കൽ നമ്മുടെ പോസിറ്റീവ് കണക്ഷൻ കയറുന്ന ഡയോഡ് ഉണ്ടല്ലോ, ആ ഡയോഡ് ഒരെണ്ണം മാറി നോക്കും. ആ ഡയോഡിൽ ഒരു ഡയോഡ് ഓപ്പണായി പോവോ ബ്രേക്കായി പോവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് വരും. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ഈ ജമ്പർ ഒന്ന് പറയാം. ജമ്പർ ആദ്യത്തെ കണക്ഷൻ പോകുന്നത് നേരെ ഡയോഡിലേക്കാണ്, രണ്ടാമത്തെ കണക്ഷൻ പോകുന്നത് നേരെ ചാർജിങ് എ സിയിലേക്ക്, 3ഉം 4ഉം ചാർജിങ് കണക്ടറിൻ്റെ തൊട്ടടിയിലുള്ള റെസിസ്റ്ററിലേക്ക്, പിന്നത്തെ കണക്ഷനും പോകുന്നത് ചാർജിങ് എ സിയിലേക്കാണ്, ലാസ്റ്റിലത്തെ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇത്രയാണ് ജമ്പർ. ഈ ജമ്പർ കറക്റ്റാണോ എന്ന് നിങ്ങൾ നോക്കണം. ഏതെങ്കിലും ബ്രേക്ക് ഉണ്ടെന്നൊരിക്കൽ നിങ്ങൾ വയറിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ചാർജ് കയറുന്നുണ്ടോ എന്ന് നോക്കാം. ചാർജിങ് എ സി ഇപ്പം മാറ്റിയിട്ടുണ്ട്, ചാർജ് കയറുന്നില്ല. പേടിക്കേണ്ട, നമുക്ക് വഴിയുണ്ട്. നമുക്ക് ഇനിയും സൊല്യൂഷൻസ് ഇഷ്ടം പോലെയുണ്ട്. ചാർജിങ് എങ്ങനെ നന്നാക്കാവുന്നതേ ഉള്ളൂ. ചാർജിങ്ങിൻ്റെ നമുക്കൊരു കാര്യം ചെയ്യാം. ചാർജിങ്ങിൻ്റെ കണക്ടറിൻ്റെ അടിയിലുള്ള ആ 2 റെസിസ്റ്റർ ഒന്ന് മാറുകയല്ല, അതൊന്ന് റിമൂവ് ചെയ്യാം. അത് 2 ഒന്ന് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ച് നമുക്ക് അതിൻ്റെ മുകളിലത്തെ 2 പോയിൻ്റ് ഉണ്ടല്ലോ, മൊത്തം 4 പോയിൻ്റ്, 2 റെസിസ്റ്റർ മാറി കഴിയുമ്പോൾ 4 പോയിൻ്റ് വരും. അതിൻ്റെ മുകളിലത്തെ 2 പോയിൻ്റ് നമുക്ക് ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ കണക്ഷൻ പോകുന്നത്. ഇത്രയും കണക്ഷൻ ഓക്കെ ആണെങ്കിൽ മാത്രം ആണ് നമ്മൾ ഈ ഫൈനൽ സൊല്യൂഷനാണത്. അതല്ലാതെ ഉള്ള സൊല്യൂഷൻസ് കുറവാണ്. നമ്മൾ ഇതിൻ്റെ ചാർജിങ് കണക്ടറാണ് ഈ പടത്തിൽ കാണുന്നത്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റർ, അതിൻ്റെ മുകളിലത്തെ 2 കണക്ഷനും നമ്മൾ സോൾഡറിങ് അതിനടുത്ത് ഒന്ന് ഷോർട്ടായി കൊടുക്കുക. ഷോർട്ടായി കൊടുത്തു കഴിഞ്ഞേച്ച് നമുക്ക് ചാർജിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. പുതിയ കംപ്ലൈൻറ്റുകൾ ഞാൻ ഈ ചാനലിലൂടെ ഇടുന്നതായിരിക്കും. നമുക്ക് ചാർജർ ഒന്ന് കുത്തി നോക്കാം. ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കരുത് കേട്ടോ. കണ്ടോ, ചാർജിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബൈ.